ഹലോ ഡിയേഴ്സ്, നമസ്കാരം. അപ്പോൾ ഇനി എല്ലാവരും അടുത്ത 10th പ്രിലിംസിലേക്കുള്ള പ്രിപ്പറേഷനിലായിരിക്കും. ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർ ഒരു സമയം എത്തിയപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തവരുണ്ടായിരിക്കും. ഒരുപാട് പേര് ഇനി പഠിച്ചു തുടങ്ങാമെന്ന പ്ലാനിങ്ങിലായിരിക്കും. ഒരുപാട് പേര് ഏത് കോച്ചിങ് എടുക്കണം, ഓഫ്ലൈനിലായിട്ട് നോക്കണോ ഓൺലൈനായിട്ട് നോക്കണോ, അങ്ങനെയൊക്കെ കുറേ പ്ലാനിങ്ങിലായിരിക്കും. എന്ത് തന്നെയായാലും നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന 10th പ്രിലിംസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റുകളും എപ്പോഴേക്കാണ് എക്സാം നടക്കുന്നത്, അതിൻ്റെ ഹോൾ ടിക്കറ്റ് എപ്പോഴാണ് വരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പോൾ 1ഉം 2ഉം ഘട്ടങ്ങൾ ഒരു ദിവസം തന്നെയാണ്, ജൂലൈ 18-ന്. അതിൻ്റെ ഹോൾ ടിക്കറ്റ് ജൂലൈ 4 ആകുമ്പോഴത്തേന് നമുക്ക് ലഭിക്കും. ഉച്ചയ്ക്കും രാവിലെ ആയിട്ടാണ് ആ 2 ഘട്ടങ്ങളിലെ എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ 3ാം ഘട്ടവും 4ാം ഘട്ടവും ഓഗസ്റ്റ് 1-നാണ്. അതും ഇതുപോലെ രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പം 1ാം ഘട്ടവും 2ാം ഘട്ടവും ഒരു ദിവസം തന്നെയാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ടൈം വെറുതെ കളയേണ്ടി വരില്ല. പിന്നെ ഡേറ്റ് എല്ലാം വന്നു. അപ്പോൾ നമുക്കറിയാം LGSും അതുപോലെ LDC, ബെക്കോ, സ്റ്റോർമാൻ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസാണ് നടക്കുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGSനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയൊരു അവസരമാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണെങ്കിൽ കൂടി തന്നെയും അതിനകത്ത് ഏകദേശം 3000-ഓളം എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു പോസ്റ്റാണെന്ന് തന്നെ പറയാം ഇത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഈ ഏപ്രിലാണ്. അപ്പോൾ ഈ ഒരു ഏപ്രിലിൽ അഡ്വൈസ് പോയെന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ കറൻ്റ്ലി അത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ LDC, ബെക്കോ പൊതുവേ എൻ്റെ അഡ്വൈസ് കുറവാണെങ്കിലും ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ജനുവരി 15-നാണ്. 262 ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ 10th പ്രിലിംസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു അവസരമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുക. SCERTക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ നേടാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം. എല്ലാ എക്സാം എഴുതുക. ഇപ്പോൾ എത്ര വേക്കൻസി എന്ന് നോക്കരുത്, നിങ്ങളുടെ ക്വാളിഫിക്കേഷന് പറ്റിയതാണോ എന്നൊന്നും നോക്കരുത്. നിങ്ങൾക്ക് മാക്സിമം എഴുതാൻ പറ്റുന്ന എക്സാംസ് എല്ലാം എഴുതുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും, നിങ്ങളുടെ നെഗറ്റീവ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ എക്സാം ഹാളിലുള്ള നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ മാറ്റും. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് വെച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. എക്സാമ്പിൾ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ 2ാം ഘട്ടം 1ാം ഘട്ടത്തെ അപേക്ഷിച്ച് 2ാം ഘട്ടം കുറച്ചുകൂടി ഈസി ആയിരുന്നു. പക്ഷേ ആ ഈസി ആയത് ഒരുപാട് നെഗറ്റീവ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സാം ഹാളിലിരുന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ചില ഓപ്ഷൻസിനെ നമുക്ക് നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ നമ്മുടെ ആ ഒരു ടെൻഷൻ, അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന പോലെയല്ല. വീട്ടിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ആൻസേഴ്സിനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻസിന് നമ്മൾ എടുത്ത് മാറ്റാൻ പറ്റും. പക്ഷേ ഒരു എക്സാം ഹാളിൽ ഒരിക്കലും അങ്ങനെ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു എക്സാം എഴുതി ഒരു പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അത് മാറണമെങ്കിൽ നമ്മൾ ധാരാളം എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഒരുപാട് എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് ടൈം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു സമയം ഉപയോഗിക്കുന്നത്, അതുപോലെ ടൈം മാനേജ്മെൻറ്റ് വളരെ കറക്റ്റാവും. സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് വായിച്ച് തീർക്കാനുള്ള ആ ഒരു സമയം കിട്ടും. ചില എക്സാമിന് ചില ക്വസ്റ്റ്യൻസ് വായിച്ചു പോലും നോക്കാൻ പറ്റാത്ത ആ ഒരു സ്ഥിതി വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാം ഹാളിൽ ഇരുന്ന് തന്നെ നമ്മൾ ഒരുപാട് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്ര വേക്കൻസി നോക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള എക്സാം ആണോ എന്ന് നോക്കാതെ മാക്സിമം എക്സാം പോയി എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഇനി നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എത്ര നന്നായിട്ട് പഠിച്ചിട്ട് പോയാലും, എത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ അത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് ടെൻഷനായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, എത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരു ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റിനും ഒരു ആവറേജ് സ്റ്റുഡൻസിനും ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻസിനും ആർക്കായാലും ടെൻഷൻ, നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം, നമ്മൾ കൂടുതൽ ടെൻഷൻ വരാൻ കാരണം നമ്മുടെ റിവിഷൻ കുറവ് എന്നുള്ള ആ ഒരു രീതിയാണ്. റിവിഷൻ വളരെ കുറവാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്തിരി റിവിഷൻ നന്നായിട്ട് ചെയ്യുന്നവന് ഇത്തിരി ടെൻഷൻ കുറവായിരിക്കും. നമുക്കറിയാം, നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് തമ്മിൽ മാറിപ്പോവോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് ചോദിക്കില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിവിഷൻ കുറവാണെങ്കിൽ നമ്മൾ
ഓപ്ഷൻസിൽ നിന്നെല്ലാം നമുക്ക് ഭയങ്കരമായിട്ടും ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചെങ്കിലും എവിടെന്നെങ്കിലും അതിൻ്റെ ഒരു എക്സ്ട്രാ പോയിന്റ് അവർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാവും. നമ്മൾ ഇത്രയും പഠിച്ചിട്ട് അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അപ്പോഴത്തേനും അടുത്ത ക്വസ്റ്റ്യൻസിനെയും തീർച്ചയായിട്ടും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് എല്ലാ ടെക്സ്റ്റുകൾ റിഫർ ചെയ്യുക. അതായത് SCERT NCERT ടെക്സ്റ്റുകൾ നന്നായിട്ട് പഠിക്കുക. ഇനി പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ റിവിഷൻ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് നമ്മളതൊരു 5-6 പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ആ ഒരു ടോപ്പിക്ക് ഉറയ്ക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ആദ്യം റിവിഷൻ ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ ഒരു ടോപ്പിക്ക് റിവൈസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ ഞാനത് വീണ്ടും റിവൈസ് ചെയ്യുന്നു, എനിക്ക് എന്തായാലും അത് ഓർമ്മയുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ വീണ്ടും അടുത്ത ദിവസം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാക്കി ടോപ്പിക്ക് പഠിക്കാനുള്ള ടൈം കുറയുകയും ചെയ്യും. ആ ഒരു ടോപ്പിക്ക് മാത്രം, അതിൽ മാത്രം നിങ്ങൾ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരു ടോപ്പിക്ക് 2 ദിവസം അടുപ്പിച്ച് റിവൈസ് ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് മാത്രം നോക്കുക. അപ്പോഴത്തേനും നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് ഓർമ്മകളൊക്കെ പോയി കാണും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നുപോയി കാണും. അപ്പോൾ അങ്ങനത്തെ രീതിയാണ് കൂടുതൽ എഫക്റ്റീവ്. നിങ്ങൾ അടുപ്പിച്ച് റിവൈസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എത്രത്തോളം റിവൈസ് ചെയ്യുമ്പോൾ അത്രയും നമ്മുടെ കൺഫ്യൂഷൻ കുറയും, നമ്മുടെ ടെൻഷൻ കുറയും. അതുകൊണ്ട് നിങ്ങൾ റിവിഷന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൂടാതെ SCERT NCERTക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അതിലെ ഓരോ പോയിൻറ്റും വിടാതെ നമ്മൾ സെപ്പറേറ്റ് നോട്ട് തയ്യാറാക്കി പഠിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th പ്രിലിംസിനെയൊക്കെ സംബന്ധിച്ച് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ 10th ലെവൽ എക്സാമിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും SCERTക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ ഗൈഡുകളൊക്കെ വാങ്ങിച്ച് പഠിക്കുന്നതിനേക്കാളും യഥാർത്ഥത്തിൽ ആ ടെക്സ്റ്റ് തന്നെ നിങ്ങൾ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള പോർഷൻസാണ്. ഇപ്പം നിങ്ങൾക്ക് മാത്സിൽ നന്നായിട്ട് അറിയുന്ന ആളാണെങ്കിലും മാത്സിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഭയങ്കര ടഫായിരിക്കും, നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മാർക്ക് പോകുന്നത്. എങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് ആദ്യം പഠിച്ചു തീർക്കുക. കാരണം അത് നമുക്ക് അറിഞ്ഞൂടാത്തൊരു ടോപ്പിക്കാണ്, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. അത് നമ്മൾ ആദ്യം പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് നമ്മളതൊരു 5-6 പ്രാവശ്യം അത് റിവൈസ് ചെയ്യുമ്പോഴത്തേനും ആ ടോപ്പിക്ക് നമുക്ക് നമ്മുടെ കയ്യിലാവും. അപ്പോൾ ഇതുവരെ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ നെഗറ്റീവ്സ് എന്തൊക്കെയായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രാക്കിലൂടെ തന്നെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ട്രാക്കിൽ തന്നെ കിടക്കും. അപ്പോൾ എന്തൊക്കെയാണ് പോരായ്മകൾ ഉണ്ടായിരുന്നത്, എവിടേക്കാണ് മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ എന്തൊക്കെ നെഗറ്റീവ്സാണ് ഓരോ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് മുൻഗണന കൊടുത്ത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് മാർക്ക് നന്നായിട്ട് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങൾ പഠിക്കുന്ന അതേ രീതി തന്നെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കും. ഒരിക്കലും നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഒരുപാട് എക്സാം കടന്നു പോകും, നിങ്ങളുടെ പ്രായവും കടന്നു പോകും, ഒരു മാറ്റവും ഉണ്ടാവാതെ നമ്മളങ്ങനെ നിൽക്കും. നമ്മളെന്നാൽ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇതുവരെ ഒരു ലിസ്റ്റിലെത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എത്ര വർക്ക് ചെയ്തിട്ട് മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്രാക്ക് മാറ്റുക. നിങ്ങൾ അതേ ട്രാക്കിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് കൂടാൻ പോകുന്നില്ല. നിങ്ങളുടെ പോരായ്മകൾ കണ്ടുപിടിക്കുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തന്നെ എക്സാം എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എവിടേക്കാണ് നിങ്ങൾക്ക് നെഗറ്റീവ് വന്നത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത്, ആ ഒരു പോർഷൻസ് നന്നായിട്ട് പഠിച്ച് അതിനെ മാക്സിമം റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഏരിയാസ് നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സ് ആയിരുന്നു, വീക്ക് ഏരിയാസ് ആണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂടുതൽ അതിലൊക്കെ നിങ്ങൾ സ്ട്രോങ് ആവും. തീർച്ചയായിട്ടും നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇതുപോലെ ഒരേ സ്റ്റേജിൽ തന്നെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. ഈ LGS എന്ന് പറയുന്നത് വലിയൊരു നല്ല പ്രതീക്ഷയുള്ള നല്ല ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.